ഗുരുവായൂർ അമ്പലനടയിൽ എന്ന പൃഥ്വിരാജ് ചിത്രം ഇന്നു ഞാൻ കണ്ടു. സിനിമ വിപിൻ ദാസിൻ്റെ മറ്റൊരു സംവിധാന സംരംഭമാണല്ലോ. എന്തായാലും പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിൻ്റെ സിനിമ ആയതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് എന്തായാലും ഒരു പുതിയ ഒരു ത്രെഡുള്ള ഒരു സിനിമ ആയിരിക്കും എന്ന് കരുതി തന്നെയാണ് ഞാൻ പോയത്. എന്തായാലും സിനിമയുടെ പ്ലോട്ട് എനിക്കിഷ്ടമായി. അപ്പോൾ വിപിൻ ദാസ് ഈ ജയ ജയ ഹേയ്ക്ക് ശേഷം സംവിധാനം ചെയ്യുന്ന ഒരു ചിത്രം എന്ന ഒരു പ്രത്യേകതയും കൂടിയുണ്ട് ഈ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രം. പിന്നെ ഈ ചിത്രത്തിൽ ഈ കഥ പറയുന്നത് ഒരു വ്യത്യസ്തമായ ഒരു രീതിയിൽ കഥ പറഞ്ഞു പോകുന്നതും അതുപോലെ തന്നെ ഈ സിനിമയിൽ കാസ്റ്റിങ്ങിന് വളരെ പ്രാധാന്യം കൊടുത്തിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നി. കാര്യം ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന അഭിനേതാക്കൾ എല്ലാവരും തന്നെ ആ കാസ്റ്റ്, അതായത് അവരവർക്ക് കൊടുത്ത കഥാപാത്രങ്ങൾ ചെയ്യാൻ 100% ആപ്റ്റായിട്ടുള്ളവർ തന്നെയാണ് എന്ന് എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നി. അതിൽ പരിചിത മുഖങ്ങളും പരിചിതമല്ലാത്ത മുഖങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ പരിചിതമല്ലാത്ത മുഖങ്ങളുടെ പെർഫോമൻസും എനിക്ക് നന്നേ ഇഷ്ടപ്പെട്ടു. കാര്യം അവരും ഒരു വളരെ മറ്റുള്ള നടന്മാരുടെ കൂടെ തന്നെ ഇഴുകിച്ചേർന്ന് അവരുടേതായിട്ടുള്ള റോളുകൾ ചെയ്തു പോകുമ്പോൾ സിനിമയ്ക്ക് നല്ലൊരു ഫ്ലോ ഉള്ളതായിട്ട് എനിക്ക് തോന്നി. അതുമല്ല, സിനിമയുടെ പ്ലോട്ട് ഒരു കോമഡി ട്രാക്ക് വർക്ക് ചെയ്തിരിക്കുന്ന ഒരു രീതിയിലാണ് സിനിമയുടെ ഒരു ഫ്ലോ എന്ന് പറയുന്നത്. ഈ സിനിമയിൽ ഇടയ്ക്ക് പൃഥ്വിരാജ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടു, ഈ സിനിമയുടെ ഈ ഗുരുവായൂർ അമ്പലവും ആയി ബന്ധപ്പെട്ടുള്ള ഷോട്ടുകളെല്ലാം സെറ്റിട്ടാണ് ചെയ്തതെന്ന്. എന്തായാലും സിനിമ കണ്ടിരിക്കുന്നവർക്ക് അങ്ങനെ തോന്നുന്നില്ല. ഗുരുവായൂർ അമ്പലത്തിൽ തന്നെ ഷൂട്ട് ചെയ്തതുപോലെ തന്നെയാണ് എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയത്. എന്തായാലും അത്രയ്ക്കും ആ ഗുരുവായൂർ അമ്പലവും പരിസരവും കാണിക്കുന്ന ഷോട്ടുകളെല്ലാം വളരെ നന്നായി തന്നെ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട് ഈ ചിത്രത്തിൽ. അതുപോലെ തന്നെ ഈ ചിത്രത്തിൽ എടുത്തു പറയാവുന്ന മറ്റൊരു കാര്യം അങ്കിത് മേനോൻ്റെ സംഗീതം ആണ്. ഈ പാട്ടുകൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഈ സിനിമയുടെ വിഷ്വൽസിനെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യുന്നതിൽ, ഒന്ന് ഉയർത്തിവിടുന്നതിൽ കാര്യമായ പങ്ക് ഈ അങ്കിത് മേനോൻ്റെ സംഗീതം കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ സിനിമയുടെ ക്ലൈമാക്സിൽ അജു വർഗീസ് പാടുന്ന ഒരു ഗാനമുണ്ട്. ആ പാട്ട് വളരെ നമ്മുടെ ആ സിനിമയുടെ ക്ലൈമാക്സിന് ചേർന്ന തരത്തിലുള്ള ഒരു ഗാനവും നമ്മളെ പിടിച്ചിരുത്തി രസിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വിഷ്വൽസും ആയിരുന്നു സിനിമയുടെ ക്ലൈമാക്സിലുള്ള ആ അജു വർഗീസ് പാടുന്ന ആ ഗാനത്തിന്. അജു വർഗീസ് ഇതിൽ സ്പെഷ്യൽ അപ്പിയറൻസ് ആയിട്ടാണ് വരുന്നതെങ്കിലും അജു വർഗീസിൻ്റെ വരവ് എന്തായാലും കൃത്യമായ സമയത്ത് തന്നെ ക്ലൈമാക്സിൽ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. അതുപോലെ ഈ ജയ ജയ ഹേ എന്നുള്ള സിനിമ ആദ്യം നമ്മൾ സിനിമ തിയേറ്ററിൽ വന്നപ്പോൾ വേണ്ട രീതിയിൽ നമ്മളത് പ്രേക്ഷകർ കാണാൻ പോയോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അത് പതുക്കെ സിനിമ തിയേറ്ററിലേക്ക് ആളുകളെ കയറ്റുന്ന ഒരു പ്രവണതയാണ് സാധാരണ ഈ വിപിൻ ദാസിൻ്റെ ആ സിനിമയ്ക്ക് സംഭവിച്ചത്. അപ്പോൾ അതുപോലെ തന്നെ ഈ സിനിമയും വരുന്ന ആളുകളിൽ പ്രേക്ഷകർ ഒന്നടങ്കം ഏറ്റെടുക്കുകയും ഈ ചിത്രം ഒരു വിജയമായി തീരുകയും ചെയ്യുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ട, ഒരു സന്തോഷിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഈ തേജാബായി ആൻഡ് ഫാമിലി എന്ന ചിത്രത്തിൽ പൃഥ്വിരാജ് കോമഡി റോളാണല്ലോ അതിൽ ചെയ്തത്. അപ്പോൾ ആ സിനിമയ്ക്ക് ശേഷം ഈ കോമഡി ക്യാരക്ടറുകളിൽ നിന്നും അകന്നുപോയ പൃഥ്വിരാജിനെ വീണ്ടും ഒരു കോമഡി സെൻസുള്ള ഒരു ക്യാരക്ടർ ചെയ്യാനായി വീണ്ടും ഈ സിനിമയിലൂടെ കഴിഞ്ഞത് ഇപ്പം നമ്മുടെ ആടുജീവിതം എല്ലാം കണ്ട് വളരെ ടെൻഷൻ അടിച്ചിട്ട് പൃഥ്വിരാജ് ഇങ്ങനെയൊക്കെ അഭിനയിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു കാലമാണല്ലോ ഇത്. അപ്പോൾ എന്തായാലും പൃഥ്വിരാജിൻ്റെ ഒരു കോമഡി ചിത്രം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. കാര്യം ഈ സിനിമ എനിക്ക് തോന്നുന്ന തേജാബായി ആൻഡ് ഫാമിലി അല്ലെ അഭിനയിച്ച പൃഥ്വിരാജിനെ പോലെ ഒരു പൃഥ്വിരാജിനെ നമുക്ക് തിരിച്ചു കിട്ടിയതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും സിനിമ ആസ്വാദ്യകരമായ സിനിമയാണ്, തിയേറ്ററിൽ തന്നെ കാണേണ്ട സിനിമയാണ്. എന്തായാലും ഒരു ഫാമിലി മൂവി എന്ന് തന്നെ പറയാം ഈ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രം.